മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദിക്കുന്നൊക്കെ നിങ്ങൾക്ക് തരും എന്ന് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരപ്പൻ മകൻ അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുവോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? ഇല്ല. അതുപോലെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മയ്ക്കായി എല്ലാം നൽകുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരപ്പനെ പോലെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ പിതാവായ ദൈവം. നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന നല്ല പിതാവ് നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരും, നമ്മൾ മുട്ടിയാൽ അവിടുന്ന് തുറക്കും, അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് പറയുക. പ്രത്യാശയുടെ വലിയൊരു കീർത്തനമാണ് ഈ ഒരു സുവിശേഷ ഭാഗം. വിശുദ്ധ ജോൺ ക്ലിമാക്കോസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: കണ്ണീരോടെ ചോദിക്കുക, അനുസരണയോടെ അന്വേഷിക്കുക, ക്ഷമയോടെ മുട്ടുക. ദൈവത്തിന്റെ തിരുമുൻപിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ണീരോടുകൂടെ ചോദിക്കണം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോനാഥൻ പറയുമ്പോൾ കണ്ണുനീരോടെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങള് ദൈവ തിരുമുൻപിൽ നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കണം. ഒരു കുഞ്ഞ് കണ്ണുനീരോടെ ഒരു അപ്പന്റെ അടുത്ത് എന്ന് ഒരു കാര്യം ചോദിച്ചാല് ആ കുഞ്ഞിനത് നന്മയുണ്ടാകുന്നതാണ് എങ്കിൽ അത് നിഷേധിക്കാനായിട്ട് അപ്പന് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ കണ്ണുനീരോടെ നമ്മളൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കായിട്ട് നൽകും. അത് നമ്മൾ ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കണം. അതുപോലെ തന്നെ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അനുസരണയോടെ അന്വേഷിക്കണം. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും, അതിനു വേണ്ടുന്ന വഴി അനുസരണയോടെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണം. ആ വഴി എന്ന് പറയുന്നത് ദൈവവചനം അനുസരിച്ചുള്ള ഒരു ജീവിതമാണ്. ദൈവവചനം അനുസരിച്ചുള്ള വഴി നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ ഓരോരുത്തരും ആ വഴിയിലൂടെ നടക്കാനായിട്ട് തുടങ്ങിയാൽ ദൈവം കണ്ണുനീരോടെ നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് നൽകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ മുട്ടുവിൻ, തുറക്കപ്പെടും. നമ്മള് നമ്മുടെ ത്യാഗപ്രവർത്തികൾ കൊണ്ട്, പുണ്യപ്രവർത്തികൾ കൊണ്ട്, സുഹൃത ജീവിതം കൊണ്ട് ദൈവത്തിന് മുമ്പിൽ മുട്ടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സ്വർഗത്തിന്റെ വാതില് നമ്മൾ ഓരോരുത്തരും മുട്ടേണ്ടത് നമ്മുടെ പുണ്യങ്ങൾ കൊണ്ടാ, നമ്മുടെ സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാ, നമ്മുടെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ടാ. സുഹൃതപൂർണമായ ജീവിതം കൊണ്ടും ത്യാഗപൂർണമായ ജീവിതം കൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടിയാല് കണ്ണുനീരോടെ ചോദിക്കുന്നതൊക്കെ നമുക്ക് നൽകും. ഇത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുമ്പിൽ ചോദിക്കേണ്ടത് കണ്ണുനീരോടെയാണ്. അന്വേഷിക്കേണ്ടത് അനുഗ്രഹം എങ്ങനെ സ്വീകരിക്കാം, അനുഗ്രഹത്തിനുള്ള വഴി ഏതാണ്, അത് അനുസരണയോടെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവവചനത്തിലൂടെ ദൈവം നൽകുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ആ വഴി അന്വേഷിച്ചാൽ അത് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ആ വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ സുഹൃതങ്ങൾ കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും ദൈവത്തിന് മുമ്പിൽ സ്വർഗത്തിന്റെ വാതിൽ മുട്ടാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ നോമ്പുകാലം ഇതിനുള്ളതായി തീരട്ടെ. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. കണ്ണുനീരോടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് ചോദിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഈ ദിവസം ഇറങ്ങിച്ചെല്ലണമേ. ഈ ദിവസത്തിലെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കൃപയും അങ്ങയുടെ അനുഗ്രഹവും നിറയട്ടെ. ഈ ദിവസം ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ കണ്ണുനീരോടെ ഈ മക്കൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് സാധിച്ചു കൊടുക്കണമേ. ഈശോയെ, ദിവസം അനുസരണത്തിലൂടെ അങ്ങയെ അന്വേഷിക്കുവാനും ഈ ദിവസം സുഹൃതപൂർണമായ ജീവിതത്തിലൂടെയും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയും സഹന ജീവിതത്തിലൂടെയും അങ്ങയുടെ തിരുമുൻപിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മുട്ടുവാനുമുള്ള കൃപ ഇവർക്ക് നൽകണമേ. കർത്താവേ, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും രോഗങ്ങളെയും പീഡകളെയും അസ്വസ്ഥതകളെയും ആപത്തുകളെയും അപകടങ്ങളെയും ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.